ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് 51-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യമാണ്. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരതയുള്ള ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്: നിർമ്മലമായ ഹൃദയവും സ്ഥിരതയുള്ള ആത്മാവും. 51-ാം സങ്കീർത്തനം നമുക്കറിയാവുന്നതുപോലെ ദാവീദിന്റെ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യരുതാത്ത പ്രാകൃതമായ ഒരു കൊടും പാതകം ചെയ്ത ശേഷം സാധാരണ മനുഷ്യരുടെ എല്ലാം മൂഢത പോലെ അതാരും അറിയുകയില്ല എന്ന് ആശ്വസിച്ച് കഴിയുമ്പോഴാണ് യഹോവയുടെ പ്രവാചകനായ നാഥാൻ കടന്നുവന്ന് താൻ ചെയ്തതെല്ലാം ദൈവം കണ്ടിരിക്കുന്നു, നീ മരണത്തിന് അർഹമായ പാപമാണ് ചെയ്തിരിക്കുന്നത് എന്ന് അവന്റെ മുഖത്ത് നോക്കി പറയുന്നത്. ഇത് കേട്ട മാത്രയിൽ ദാവീദ് പാപബോധവും കുറ്റബോധവും കൊണ്ട് നിറഞ്ഞ് നാഥാൻ പ്രവാചകന്റെ മുമ്പിലും യഹോവയുടെ മുൻപാകെയും നിലവിളിച്ച് കരഞ്ഞ് പാപമോചനം യാചിക്കുന്ന സങ്കീർത്തനമാണല്ലോ 51-ാം സങ്കീർത്തനം. ഏത് മനുഷ്യന്റെയും വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ളതാണ് പാപത്തിന് വശപ്പെട്ട് അകൃത്യത്തിൽ വീഴുക എന്നത്. എന്നാൽ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനും വീണ്ടും ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ച് ജീവിതത്തെ ദൈവത്തിന് ഹിതകരമായി സമർപ്പിച്ച് മുന്നോട്ട് നീങ്ങുവാനും സാധിക്കും എന്ന സന്ദേശമാണ് ദാവീദ് നമുക്ക് നൽകുന്നത്. ഓർത്തഡോക്സ് സഭയുടെ ആരാധനയിലെ എല്ലാ യാമപ്രാർത്ഥനകളിലും പ്രധാന ശുശ്രൂഷകളിലും ഈ സങ്കീർത്തനം അതുകൊണ്ട് തന്നെ അവിഭാജ്യ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. പാപം ഒരു വലിയ കടലാണ്. ആ കടലിൽ വീഴുന്ന നമ്മൾ പശ്ചാത്താപത്തിന്റെയും മാനസാന്തരത്തിന്റെയും അഗ്നിയിൽ ഉരുകണം. അപ്പോൾ നമ്മിൽ നിന്നുയരുന്ന നീരാവിയാണ് കണ്ണുനീർ. അത് മഴയായി നമ്മിലേക്ക് പെയ്തിറങ്ങുമ്പോഴാണ് നമ്മിൽ പറ്റിയ പാപക്കറകളെല്ലാം കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നത്. ദാവീദ് ഇപ്പോൾ അങ്ങനെയൊരു അനുഭവത്തിൽ കണ്ണുനീര് കൊണ്ട് തന്നെ കഴുകി ശുദ്ധീകരിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ദാവീദ് ദൈവത്തോട് പ്രത്യേകമായി രണ്ട് കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒന്ന്, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം എന്നതാണ്. ഇപ്പോഴുള്ള ഹൃദയം മുഴുവൻ പാപക്കറ പിടിച്ച് മലിനമായിരിക്കുന്നു. അത് മുഴുവനായി എടുത്ത് മാറ്റി പുതിയൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 26-ാം വാക്യത്തിൽ പ്രവാചകൻ മാനസാന്തരപ്പെടുന്ന ജനത്തിന് ലഭിക്കുന്ന ദൈവകൃപ പ്രവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമുള്ള ഹൃദയം നിങ്ങൾക്ക് നൽകും. ദാവീദ് ഒരു പുതിയ സൃഷ്ടിയാകുവാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. തന്റെ പഴയ ജീവിതത്തെ മുഴുവൻ വെച്ചൊഴിഞ്ഞ് ഉപേക്ഷിക്കുവാൻ അവൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:17 പൗലോസ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നുണ്ടല്ലോ. അതുതന്നെയാണ് ദാവീദിന്റെ ഈ പ്രാർത്ഥനയിലും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു പുതിയ ഹൃദയം, നിർമ്മലവും മലിനമില്ലാത്ത ഹൃദയമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ നമുക്ക് ആവശ്യം. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുവല്ലോ, ദൈവത്തെ മുഖാമുഖം കാണുവാനുള്ള സൗഭാഗ്യമാണ് ഹൃദയ നവീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമതായി, സ്ഥിരതയുള്ള ആത്മാവിനെ ദാവീദ് ചോദിക്കുന്നു. ഇത് ദാവീദിന്റെ പശ്ചാത്താപത്തിന്റെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത്. താൻ പശ്ചാത്തപിച്ചു, തന്റെ പാപത്തെ മുഴുവൻ കഴുകിക്കളഞ്ഞ് ഇനി പാപത്തിൽ വീഴാതിരിക്കുവാൻ തീരുമാനങ്ങളിൽ സ്ഥിരത ആവശ്യമാണ്. നാം എത്രയോ സന്ദർഭങ്ങളിൽ നല്ലവരായി ജീവിക്കും എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. പുതുവത്സരത്തിലും പ്രത്യേക സന്ദർഭങ്ങളിലും ഒക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ദിവസം പോലും ആയുസില്ലാതെ പാഴായി പോവുകയാണല്ലോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണുന്നത്. എന്നാൽ ദാവീദ് താനെടുത്ത തീരുമാനത്തിൽ ആയുഷ്കാലം മുഴുവൻ ഉറച്ചു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് സ്ഥിരതയുള്ള ആത്മാവിനെ ചോദിക്കുന്നത്. പരിശുദ്ധാത്മാവ് സ്ഥിരമായി നമ്മിൽ വസിക്കുമ്പോൾ പാപത്തിൽ വീഴാതെ സഞ്ചരിക്കുവാനും എപ്പോഴും ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുവാനും ഇടയാകും. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നീ ആത്മാവിന്റെ ഫലങ്ങൾ സ്ഥിരമായി നമ്മിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്ര സൗരഭ്യമുള്ളതായി തീരുകയാണ്. നമ്മുടെയൊക്കെ പശ്ചാത്താപവും മാനസാന്തരവും സത്യസന്ധമായി തീരണമെങ്കിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം. അതിനുവേണ്ടിയാണ് ദാവീദ് സ്ഥിരതയുള്ള ആത്മാവിന് വേണ്ടി യാചിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് പാഠമായിരിക്കണം. ദാവീദ് തന്റെ ജീവിതം ദൈവവുമായി ഇഴുകിച്ചേർന്ന് ഒന്നായി തീരുവാൻ, ഒരു പുതിയ മനുഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നത് പോലെ നാമും നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.